ചൂടപ്പം പോലെ തന്നെ തന്നെ പൊട്ടിച്ച് കാണിക്കുന്ന ഒരു കളക്ഷനാണ് നമ്മളിപ്പം കാണാൻ പോകുക. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതുണ്ടല്ലേ. അതായത് നോക്കി പക്ക ഫങ്ഷൻ വെയർ ആണ്. പ്രീമിയം കാറ്റഗറിയിൽ തന്നെ വരുന്ന വളരെ ഹെവി കട്ട് വർക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്തേക്കുന്ന ഒരു ഐറ്റമാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു സാറ്റിൻ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന, സാറ്റിനും ഒരു ചെറിയൊരു മെസ്ലിൻ്റെയും കൂടെ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതുണ്ട് ദുപ്പട്ട നോക്കിയാൽ വളരെ ഹെവി ആയിട്ട് കട്ട് വർക്ക് ഡിസൈൻ, ദാമൻ വളരെ ഹെവി കട്ട് വർക്ക് വിത്ത് അതിൽ എംബ്രോയ്ഡറിയും ക്രിസ്റ്റൽ വർക്കും ഒക്കെയാണ്. അത് പ്രീമിയം സെറ്റ്സുകളാണ്. 4 ലിമിറ്റഡ് കളർ ഷെയ്ഡ്സ്. ഇതിൽ കൂടുതലും കുറച്ചുകൂടെ പേസ്റ്റലായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സാണ്. അതായത് ഇത്രയും ഹെവി വർക്ക് വരുമ്പോൾ നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സ് ഇപ്പം ബ്ലാക്കോ അല്ലെ ബ്ലൂ ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലോർത്താൽ മനസ്സിലാവും ഭയങ്കര ഹെവി ആയിപ്പോവും. അപ്പം ലൈറ്റ് ഷെയ്ഡ്സിൽ നമ്മൾ വളരെ ഹെവി കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചൊരു പ്രീമിയം ലുക്കാണ്, ഒത്തിരി ഓവർ ഫീൽ വരില്ല. അതുകൊണ്ടാണ് ലൈറ്റ് ഷെയ്ഡ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. ഇങ്ങനെ ഇതുണ്ടോ, അതിൻ്റെ ഡാമനൊക്കെ നോക്കിയാൽ നല്ല ഹെവി ആയിട്ട് കട്ട് വർക്ക്, അതിൽ ക്രിസ്റ്റൽ വർക്ക് വിത്ത് എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുന്നത്. യോക്ക് വരുമ്പോഴും അതെ, അതായത് നമ്മുടെ പ്രീമിയം ആയിട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് സൽവാർസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് പാറ്റേൺ ആണ് ഇതിൽ വരുന്നത്. റൗണ്ടായിട്ട് നിൽക്കുന്ന നെക്ക് എല്ലാം ഫുൾ വർക്കാണ്, മൊത്തം തിളങ്ങി നിൽക്കും. ഇത് ഡാർക്ക് കളേഴ്സിനേക്കാളും നല്ലത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഇത്രയും ഹെവി വർക്ക് വരുമ്പം ഫെൻറ്റി സാറ്റിൻ എന്നാണ് ഈ ഒരു ഫാബ്രിക്കിന് പറയുന്നത്. സാറ്റിൻ മിക്സ്ഡ് അല്ല, ഫെൻറ്റി സാറ്റിൻ ഫാബ്രിക് ആണ്. അതായത് ഒരു സാറ്റിൻ്റെ ഒക്കെ, അതായത് കുറച്ച് ഫ്ലോയി സ്റ്റൈലിൽ തന്നെ കിടക്കും. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്സുകളാണ്. പിന്നെ ദുപ്പട്ടയൊക്കെ നോക്കിയത് നല്ല ഹെവി വർക്കാണ് ദുപ്പട്ടയിലും യൂസ് ചെയ്ത്, ക്ലിയർ ആയിട്ട് കാണാമായിരിക്കും. ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഓൾ ഓവർ, അതിലും എംബ്രോയ്ഡറി വർക്ക്. ലൈറ്റ് വെയിറ്റ് ആണ്. ദുപ്പട്ട ഇങ്ങനെ ഭയങ്കര സ്റ്റിഫ് അല്ല, ഫ്ലോയി അല്ല, അതേപോലെ തന്നെ കിടക്കും. വിത്ത് പ്യൂർ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ബോട്ടം ആൻഡ് ഇന്നർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് വൺ. അടുത്ത കളറിൻ്റെ ലുക്ക് ഉണ്ടോ, നല്ലൊരു ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ലെമൺ കളർ ഷെയ്ഡാണ്. അത് ചെറിയൊരു ഗ്രീൻ ബ്ലെൻഡഡ് ലെമൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. വളരെ ഹെവിയാണ് ദുപ്പട്ടയൊക്കെ, ബോത്ത് ബോർഡേഴ്സും. അതും വെറൈറ്റി സ്റ്റൈലുള്ള ഹെവി കട്ട് വർക്ക് പാറ്റേൺസ് ഒക്കെയാണ് എൻ്റെ ദുപ്പട്ട ബോർഡറിലൊക്കെ കൊടുത്തേക്കുക. ഫുൾ വർക്കാണ്, ബ്യൂട്ടിഫുൾ ഫാബ്രിക്. ഫെൻറ്റി സാറ്റിൻ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. വിത്ത് ബോട്ടം ആൻഡ് പ്ലാറ്റിനം ക്രേപ്പ് ഫാബ്രിക്കിലാണ് ബോട്ടം ഇന്നറും ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളറ് സീ ഗ്രീൻ ആണ്. വീഡിയോയിൽ സ്കൈ ബ്ലൂ ആയിട്ടാണ് വരുന്നത്. സ്കൈ ബ്ലൂ അല്ല, സീ ഗ്രീൻ കളർ ഷെയ്ഡ്, സെയിം പാറ്റേൺ. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വന്നിരുന്നത്. പാറ്റേൺസ് ഒക്കെ സെയിം ആണ്. നല്ലൊരു വർത്ത്, നല്ല ഹെവി ഐറ്റം ആണ്, വാങ്ങിച്ചോളുക. കമ്പാരിറ്റീവ്ലി ഒത്തിരി വലിയ റേഞ്ചും വരുന്നില്ല. 1980 റേഞ്ച് വരുന്നത്. നോർമലി വലിയ ബൊട്ടിക്സിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ വരുന്ന 5000 ആ ഒരു റേഞ്ചൊക്കെ വരുന്ന ടൈപ്പ് നല്ല പ്രീമിയം ഐറ്റമാണ്. ജസ്റ്റ് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വിത്ത് ബോട്ടം ആൻഡ് ഇന്നറും. സോ ലാസ്റ്റ് വൺ ഈ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ഡാർക്ക് കളേഴ്സിൽ ചെയ്യില്ല. ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ ഭയങ്കര ഓവറാവും. ഇത്ര ഹെവി വർക്ക് വരുമ്പോൾ മൊത്തം ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇതിന് ഭംഗി വരുന്നതും എല്ലാവർക്കും മാച്ചുമാണ്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം, എല്ലാവരും വാങ്ങിക്കണം. ബട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള പീസ് കാണില്ല. ലിമിറ്റഡ് ഷെയ്ഡ്സും ലിമിറ്റഡ് പീസസും ആണ്. 1980 ആണ് പ്രൈസ്. താങ്ക് യു.